പ്രിയപ്പെട്ടവരെ, ഇതൊരു കാലിക്കൂട് വെച്ചപ്പോൾ അതിൽ ചെറുതേനീച്ച വന്നുകൂടുന്നതാണ്. അപ്പോൾ കാലിക്കൂടുകൾ വെച്ചാൽ തേനീച്ചകൾ വന്നുകൂടാനാണ്. അപ്പിസറാന ഇൻഡിക്ക എന്ന് പറയുന്ന വലിയ തേനീച്ചയും ചെറുതേനീച്ചയും അങ്ങനെ മിക്കവാറും എല്ലാ തേനീച്ചകൾ കാട്ടുതേനീച്ചകൾ കൂടെ ഒരു സ്ഥലത്ത് വന്നാൽ വീണ്ടും വന്നുകൂടാറുണ്ട്. എന്നാൽ മറ്റുള്ള തേനീച്ചകളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമാണ്. ചെറുതേനീച്ച ഒരു കൂട് കിട്ടിയാൽ ആ കൂട് ഒരു കാരണവശാലും ഉപേക്ഷിച്ച് പോകാറില്ല. കാരണം അതിൻ്റെ റാണിക്ക് മുട്ടയിടാൻ തുടങ്ങിയതോടെ പറക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കൂട് ഉപേക്ഷിച്ച് പോകാറില്ല. ഇനി കൂട് നശിച്ചു പോകാൻ സാധ്യതയുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന് മഴ, രണ്ടാമത്തത് ശക്തമായ വെയിൽ. അതിൽ കൂട് നശിച്ചു പോകാം. ഈ രണ്ടിന്, മഴയ്ക്കും വെയിലിനും നമ്മളൊന്ന് തടയിട്ടാൽ ആ കൂട് നമുക്ക് അവിടെ സുരക്ഷിതമായി കിട്ടുന്നതാണ്. കൂടാതെ അതിലുള്ള ശുദ്ധമായ തേനും. ചെറുതേനീച്ച മിക്കവാറും എല്ലാ പൂക്കളിലും കയറുന്നുണ്ട്. ചീരയുടെ പൂക്കളിൽ പോലും തേനീച്ച കയറാറുണ്ട്. കൂടാതെ ചെറുതേനീച്ച തേൻ ശേഖരിച്ച് വെക്കുന്നത് മരത്തിൻ്റെ കറയിലാണ്, അഥവാ അരക്ക് പശ എന്നൊക്കെ പറയുന്നതിലാണ്. അതുകൊണ്ട് ഔഷധമൂല്യം വളരെ കൂടുതലാണ്. തേനിന് ഔഷധമൂല്യം കൂടുതലായതുകൊണ്ട് വളരെ വില കൂടുതലുമാണ്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പല വൃക്ഷങ്ങളിൽ, അടുക്കളത്തോട്ടങ്ങളിലും മറ്റും കൃഷിസ്ഥലങ്ങളിലും പൂക്കളിൽ പരാഗണം നടത്തുക വഴി പൂച്ചെടികളിൽ അതിലെ പൂമൊട്ട് വിരിയുന്നതും വിരിഞ്ഞ പൂവിലേക്ക് തേനീച്ച വന്ന് അതിൽ നിന്നും പൂമ്പടിയും തേനും ശേഖരിക്കുന്നതും കണ്ണിന് കൗതുകമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള തേനീച്ചകൾ ഉള്ളത് കൊണ്ടാണ് പല ചെടികളും വംശനാശം സംഭവിക്കാതെ നിലനിൽക്കുന്നത് എന്നത് ശാസ്ത്രസത്യമാണ്. നമ്മുടെ ഉദ്യാനങ്ങളിൽ നട്ടുപരിപാലിക്കേണ്ട മിക്ക പൂച്ചെടികളിലും തേനീച്ചയ്ക്ക് തേനിൻ്റെയും പൂമ്പടിയുടെയും സ്രോതസ്സാണ്. മനുഷ്യ സഹവാസം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ചെറുതേനീച്ചകൾ. നമ്മുടെ വീടിൻ്റെ തറയിലും ചെറിയ പൊത്തുകളിലും മതിലിൻ്റെ വിടവുകളിലും ഇലക്ട്രിക്കൽ മീറ്റർ ബോക്സുകളിലും മറ്റും തേനീച്ചകൾ കൂട് കൂട്ടുന്നത് മനുഷ്യ സഹവാസം കൂടുതൽ ഇഷ്ടപ്പെടുന്ന തേനീച്ച ആയതുകൊണ്ടാണ്. ഇതുപോലെ കാലിക്കൂട് ഇങ്ങനെ വെച്ചാൽ ചെറുതേനീച്ച വന്നുകൂടുന്നുണ്ട്. അതിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് ചെറുതേനീച്ചയുടെ മെഴുക് പുരട്ടിയാൽ ചെറുതേനീച്ച വന്നുകൂടുന്നതായി കാണാൻ പറ്റും. ഇതേപോലെ വൻതേനീച്ച അഥവാ മീഡിയം തേനീച്ചയും ഇതുപോലെ തന്നെ പഴയ കൂട്ടിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ വാക്സ് പുരട്ടിയ കൂട്ടിലേക്കോ വന്നുകൂടാറുണ്ട്. രാസകീടനാശിനികളും ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങളും തേനീച്ചയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകുമ്പോൾ അധികം ദൂരത്തേക്കും ഉയരത്തിലും പറക്കുന്ന സ്വഭാവമില്ലാത്ത ചെറുതേനീച്ചയാണ് നമ്മുടെ വീടിൻ്റെ ഉദ്യാനങ്ങളിൽ വളർത്തിയാൽ നമുക്ക് ആവശ്യമുള്ള ശുദ്ധമായ വളരെ ഔഷധമൂല്യമുള്ള സാധാരണ തേനീച്ചനേക്കാളും പൂമ്പടിയും തേനും കലർന്ന തേൻ വളരെ ഔഷധമൂല്യവും ഗുണവുമുള്ളതാണ്. അതും കൂടി നമുക്ക് വീട്ടിൽ ആവശ്യമായ സ്ഥലത്ത് വളർത്താവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഫലവൃക്ഷങ്ങൾക്ക് പുറമെ തേനീച്ചകൾക്കായുള്ള ചെടികൾ നടുക, കാലവ്യത്യാസമില്ലാത്ത പൂവിടുന്നതും ആൻറ്റിഗൺ പോലത്തെ സ്ഥിരമായി പൂക്കുന്ന ചെടികളും നട്ടു വളർത്തിയാൽ നമുക്ക് ആവശ്യമുള്ള തേൻ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു കാലിക്കൂട് അല്ലെങ്കിൽ മൺകലം, പഴയ മൺകലം അല്ലെങ്കിൽ മുളം തണ്ട് കൊണ്ടുണ്ടാക്കിയ കൂട് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ നമുക്കും ഇതുപോലത്തെ തേനീച്ച കോളനി കിട്ടുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക.